ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അജോ ആൻ്റണി. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കോഴഞ്ചേരി ഹോളി ഫാമിലി ചർച്ച് ഇടവകാംഗമാണ്. ഞാനൊരു ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ പഠനത്തിന് ശേഷം കഴിഞ്ഞ 2 വർഷമായി ഞാൻ പുറത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി അതോടൊപ്പം തന്നെ ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ കാരണം അത് മാറിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വർഷം ആദ്യം ജനുവരിയിൽ എനിക്ക് ദുബായിലേക്ക് പോകുവാൻ അവസരമൊത്തു. പക്ഷേ എന്നാൽ ലോണിൻ്റെ പ്രൊസീജിയർ എനിക്ക് ആവശ്യകതയുണ്ടായിരുന്നു. പക്ഷേ ലോണിൻ്റെ പ്രൊസീജിയർ ബാങ്ക് മാനേജറെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഒത്തിരി നൂലാമാലകൾ പറയുകയുണ്ടായി. കാരണം ഞാൻ ഡെൻറ്റിസ്ട്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരിച്ചടവുകൾ കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു ലോൺ നിൽക്കുന്നത് കാരണം മറ്റൊരു ലോൺ എടുക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് മാനേജർ എന്നോട് പറയുകയുണ്ടായത്. അത് കാരണം എനിക്ക് ജനുവരിയിലേക്ക് ഉള്ള ആ ഒരു യാത്ര തടസ്സപ്പെട്ടു. അങ്ങനെ ഏറെ വിഷമത്തിൽ നിൽക്കുകയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. 2018 മുതൽ ഉടമ്പടിയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. 2ാം പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. ഞാനിവിടെ ഉടമ്പടി പുതുക്കുന്നതിനായി വീണ്ടും ഈ കൃപാസനത്തിൻ്റെ മണ്ണിൽ എത്തുകയുണ്ടായി. ഓഗസ്റ്റ് മാസം ഞാനിവിടെ എത്തിച്ചേർന്ന് എനിക്ക് UK പോകുവാൻ വേണ്ടി, ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി ഒരു ഉപരിപഠന സാധ്യത തെളിയുകയുണ്ടായി. അങ്ങനെ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ ഇവിടെ കൃപാസനത്തിൻ്റെ മണ്ണിൽ എത്തിച്ചേർന്ന അമ്മയോട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, അമ്മേ ഈ ഒരു വട്ടം കൂടി ഞാൻ നോക്കും. ഈ ഒരു വട്ടം എനിക്ക് പോകുവാൻ സാധിക്കുകയില്ലെങ്കിൽ ഞാൻ വിദേശത്തേക്ക് പോവുകയില്ല, ഞാൻ പഠിക്കുകയില്ല. ഞാൻ എടുത്ത ഉടമ്പടിക്ക് എന്നെ അവിടുത്തെ സാക്ഷിയാക്കി നിർത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇവിടുന്ന് 6 നിയോഗങ്ങൾ എഴുതി ഞാൻ ഇവിടുന്ന് പോവുകയുണ്ടായി. വീണ്ടും ലോണിൻ്റെ പ്രൊസീജിയറിനായി ഞാൻ ബാങ്കിനെ സമീപിച്ചു. എന്നാൽ ഉടനെ ഉണ്ടായ ഒരു അത്ഭുതമെന്ന് പറയുന്നത്, എനിക്ക് ഒത്തിരിയേറെ നൂലാമാലകൾ ലോണിന് വേണ്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് അന്നിരുന്ന ആ മാനേജർ പെട്ടെന്ന് സ്ഥലം മാറ്റം കിട്ടി വേറൊരു സ്ഥലത്തേക്ക് പോവുകയും പുതിയ ഒരു ചെറുപ്പക്കാരനായ മാനേജർ വന്ന് എനിക്കുണ്ടായിരുന്ന ആ നൂലാമാലകൾ ഒന്നും തന്നെ കുഴപ്പമില്ല, വീണ്ടും ലോൺ നിനക്ക് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞു. അത് അമ്മയുടെ ഒരു കരമാണ്, അമ്മയുടെ ഒരു അനുഭവമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്നാലും മാനേജർ പറഞ്ഞു, എന്നാലും 1 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാവണം. കാരണം ഓഗസ്റ്റ് മാസം കൊണ്ട് എല്ലാം ക്ലിയറായി സെപ്റ്റംബറിലേക്കാണ് വിസയും മറ്റും കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ പൈസ അടയ്ക്കേണ്ട തീയതി അടുത്ത് വരികയുണ്ടായി. 1 മാസം കൊണ്ട് അത്ഭുതമെന്ന് പറയട്ടെ, എല്ലാ പ്രൊസീജിയറും കൃത്യമായി പരിശുദ്ധ കൃപാസനം അമ്മ എനിക്ക് വേണ്ടി ചെയ്തു തന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ കൃപാസനത്തിൻ്റെ മണ്ണിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഇനി എത്തിച്ചേരുന്നത് എൻ്റെ വിസയുമായിട്ടാണെന്ന്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ വിസയും കൈപ്പിടിച്ചുകൊണ്ടാണ്. രണ്ടാമതായി അന്ന് ഞാൻ വെച്ചിരുന്ന മറ്റൊരു നിയോഗമെന്ന് പറഞ്ഞത്, എൻ്റെ അളിയനും പെങ്ങളും UK വർക്ക് ചെയ്യുകയാണ്. അളിയന് ഒരു ജോലി അത്യന്താപേക്ഷിതമായിരുന്നു. അളിയൻ എഞ്ചിനീയറിംഗ് പോസ്റ്റിൽ ഹൈ ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ദോഹയിൽ. പക്ഷേ എന്നാൽ UK ചെന്നിട്ട് ഒരു ജോലി കിട്ടാൻ വളരെയധികം പ്രയാസപ്പെടുകയുണ്ടായി. അവർ ഒരുമിച്ച് എന്നോട് പറഞ്ഞു, ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് അവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഒപ്പം നമ്മുടെ കുടുംബവും നാട്ടിലിരുന്ന് പ്രാർത്ഥിക്കാമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ഉന്നതമായൊരു പദവിയിലേക്ക് എൻ്റെ അളിയന് പെട്ടെന്ന് തന്നെ എൻജിനീയറിംഗ് പോസ്റ്റിൽ തന്നെ ജോലി കിട്ടുകയുണ്ടായി. പിന്നീട് എനിക്ക് പങ്കുവെക്കാനുള്ളത് ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ്. മൂന്നാമതായി, എൻ്റെ അപ്പൻ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഒരു 5 മാസത്തോളമായി. പക്ഷേ എന്നാൽ അത് മുടങ്ങുകയുണ്ടായി, കഴിക്കുകയില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം രാത്രി പ്രഷർ കൂടി 200ഓളം വന്നു. അങ്ങനെ കാഷ്വാലിറ്റി റൂമിലേക്ക്, അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയുടെ കാഷ്വാലിറ്റി റൂമിലേക്ക് അപ്പനെ കൊണ്ട് പോകുമ്പോൾ അടുത്തുള്ള എൻ്റെ കുറച്ച് അയൽവക്കക്കാരും എൻ്റെ ഒപ്പം വന്നു. എൻ്റെ അമ്മയാണെങ്കിൽ ഉടനെ തന്നെ കൃപാസന ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് അപ്പൻ്റെ നെറ്റിയിൽ പറ്റിക്കൊണ്ട് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, പരിശുദ്ധ കൃപാസന അമ്മ ഇവിടെ തിരിച്ചെത്തിക്കുമെന്ന്. അങ്ങനെ കാഷ്വാലിറ്റിയിൽ പ്രവേശിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്, അവിടുത്തെ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ 200 പ്രഷർ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉടനെ തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദേഹം തളരുന്നുണ്ട്, ഒപ്പം തന്നെ തലകറക്കം, ഛർദിലെല്ലാം കൂടുകയാണ്. അങ്ങനെ അവർ കാഷ്വാലിറ്റി റൂമിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ ആ കാഷ്വാലിറ്റി റൂമിൽ വീണ്ടും ഡോക്ടർമാർ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അവരെന്നെ വിളിച്ചു, ഡോക്ടർ എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഞാൻ ഒരു മരുന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ പറയുകയാണ്, പക്ഷേ എന്താണ് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ, 2ാമത് പ്രഷർ നോക്കുമ്പോൾ 120 ആണ് എത്തിച്ചേർന്നിരിക്കുന്നത്, നോർമലായിരിക്കുന്നു ആണെന്ന് പറയുന്നു.
അത്ഭുതകരമായി ഒരു സാക്ഷ്യത്തിന് വഴിയിൽ ഞാൻ നിൽക്കുമ്പോൾ ആ ഡോക്ടർമാരോട് പറഞ്ഞു, കൃപാസനം ഉടമ്പടി തൈലം ഞങ്ങൾ പുരട്ടിക്കൊണ്ടാണ് ഇറങ്ങിയത്, അമ്മ കൈവിടില്ലെന്ന്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈ ഉടമ്പടി എടുക്കുന്ന സമയങ്ങളിൽ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇടവകയിലെ യൂത്തിൻ്റെ പ്രസിഡൻ്റ് ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയുണ്ടായി. പത്രം കൊടുക്കുകയും അതോടൊപ്പം തന്നെ അനാഥാലയങ്ങളിൽ അവർക്ക് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുകയും ഒപ്പം തന്നെ അനേകം എങ്ങനെയാണ് ഈശോയെയും അമ്മയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അറിയിക്കേണ്ടത് എന്ന് ഞങ്ങൾ അറിയിച്ചു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. എല്ലാ അനുഗ്രഹങ്ങൾക്കും നൽകിയ കൃപാസന അമ്മയ്ക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. കൃപാസനം പത്രം എല്ലാവരിലും എത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അതായത് ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് ഗവൺമെൻറ് ആശുപത്രികളിലും അതോടൊപ്പം തന്നെ ഓട്ടോ സ്റ്റാൻഡുകളിൽ ഓട്ടോറിക്ഷ ചേട്ടന്മാർക്കും അതോടൊപ്പം തന്നെ എൻ്റെ ഇടവകയിൽ തന്നെ എനിക്ക് കൊടുക്കുവാൻ ഏറ്റവും അധികം സാധിച്ചു. ഈ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്നെ ശക്തീകരിച്ചു. ഈ ഒരു അത്ഭുതങ്ങൾ നടക്കുന്നതിൽ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനമാണ്. ഒരു ഡെന്റിസ്റ്റായിട്ടുള്ള അജോ ആൻ്റണി എന്ന ഈ മകൻ തൻ്റെ പഠനത്തിന് ശേഷം ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോകുവാൻ 2 വർഷമായി പരിശ്രമിക്കുന്നു. തടസ്സങ്ങൾ, പ്രത്യേകിച്ചും ലോൺ കിട്ടാത്ത അവസ്ഥയൊക്കെ. അങ്ങനെ 2 വർഷമായിട്ട് അതെല്ലാം തുടങ്ങും, എന്നാൽ അത് മുടങ്ങിപ്പോകുന്നു. അങ്ങനെയുള്ള അവസരത്തിലാണ് പിന്നീട് വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നു. ഉടമ്പടിയിലായിരുന്ന മകനാണെന്നാണ് പറഞ്ഞത്. ഇത് ഈ മകൻ്റെ 2ാമത്തെ സാക്ഷ്യമാണെന്ന് നാം കേട്ടു. അങ്ങനെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ലോൺ സാങ്ഷൻ ആകുന്നത്, അടഞ്ഞ വഴികൾ അതല്ലെങ്കിൽ വാതിലുകൾ, അതൊക്കെ പിന്നീട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ തൻ്റെ ലോണിൻ്റെ സാങ്ഷൻ അത് കുറച്ച് നാളുകളായിട്ട് മുടങ്ങിക്കിടന്നിരുന്നു. ലോൺ കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം 1 മാസത്തിനുള്ളിൽ കിട്ടില്ല എന്ന് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ആ ബാങ്കിൽ നിന്ന് തന്നെ ലോൺ അനുവദിക്കുന്നത് നാം കേട്ടു. അതുപോലെ ഈ മകന് പോകുവാനുള്ള